ഞാൻ കണ്ട എല്ലാ പടത്തിനെക്കാട്ടി പടം ഇതാണ് 3 സീൻ 3 ക്യാരക്ടർ എടുക്കാറ്റായി. കാരണം അവിടെ പോലീസുകാരുടെ സിനിമ കണ്ടിട്ട് പിന്നെ മിന്നൽ മുരളി ഇതൊന്നും അതല്ല, ഇത് പക്ക ടോമിനർ മാസ് എന്റർടൈൻമെന്റ് പക്ക പടം. കാരണം ഇത് ഞാൻ തള്ളാൻ വേണ്ടി പറയല്ല, ഇത് കാണണം. അത് ടോമിനിൽ ഇത് വെറൈറ്റി പടമാണ്, ബാക്കിയുള്ള പടത്തിന്റെ പോലല്ല. അത് ഈ എല്ലാ ഫിലിമെക്കാട്ടി വെറൈറ്റി പടം, അടിപൊളി. അടിപൊളി തിയേറ്ററിൽ ഓരോ സീൻസും കൈയടികളും ഓരോ സീൻസും നമുക്ക് കാണാൻ പറ്റും. എന്ത് പ്രഷറായിട്ട് നടത്താൻ എല്ലാം കണ്ടു ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒന്നുകൂടെ മികച്ചതാണ്. വളരെ ഇമോഷണൽ കണ്ടുകളൊക്കെ നടത്തിയിട്ട് കാണുന്നത് ഇതിനെ കുറിച്ചൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്രത്തോളം നല്ല മൈക്ക് നോക്കി പിടിക്കുക. കഥാപാത്രങ്ങളിൽ ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടതുപോലെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നതാണ്. ഞാൻ ലെവലിലേക്ക് മാറാണോ? ഒരു പാരന്റ് ലെവലിലേക്ക് മാറാനുള്ള ദിവസമാണോ? മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ എന്നുള്ള രീതിയിലേക്കുള്ള യാത്ര ഇതാവുന്നു തുടങ്ങി. ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു നമ്മുടെ സീക്വൻസ് കാണുന്നില്ല. ഒന്നുകൂടി സന്തോഷം കൂടിയുണ്ട്. പടം അടിപൊളിയായിരുന്നു. വൈകിട്ട് 3D കാണാണ്ടാവില്ലേ? ഒളിക്കല്ലേ ഞാനൊരു സിനിമ കണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ടോവിനോടെ നായികയാണല്ലോ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ഞാൻ ഇനി 3D കൂടി കണ്ടാലോ എന്നിങ്ങനെ ആലോചിക്കാണ്. എനിക്കറിയില്ല എപ്പോഴാണ് 3D ഇറങ്ങണേന്ന്. 3D കൂടി കാണാനാണ്. ഈ കഥകളിലൊക്കെ മോള് വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ വിശ്വസിക്കാറുണ്ട്. ഗംഭീര വിജയമാവുന്ന അടിപൊളി ഒന്നും പറയാനില്ല. സിനിമ എക്സ്ട്രാ ഓർഡിനറി. അതിൽ അവണി ശരിക്കും ഞാൻ ഇതിൻ്റെ പോർഷൻസ് ഒന്നും ജിത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നില്ല. അപ്പോൾ അവൾ ഇത്ര ഭംഗിയായിട്ട് ഷോക്കേസ് ചെയ്യും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരുപാട് പ്രൗഡാണ്. ലൈക്ക് ഇത്ര നല്ലൊരു രീതിയിൽ അവളുടെ ഒരു വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ജിതിൻ്റെ ആദ്യത്തെ സംരംഭം ഒരിക്കലും പറയില്ല, എനിക്കങ്ങനെ പറയാൻ ആഗ്രഹമില്ല. ജിതിൻ ഒരു ഡെബ്യൂ ഡയറക്ടറാണെന്ന് ഇന്നലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നപ്പോഴും ഇങ്ങനൊരു സിനിമ കാണുമ്പോൾ ജിതിൻ ഒരുപാട് താണ്ടി വന്നൊരു ഫീലാണ്. വെരി വെരി എക്സ്ട്രോർഡിനറി. ഈ കരഞ്ഞോ കണ്ണു നനയിച്ചോ? എവിടേക്കോ കണ്ണു നനയിച്ചു. ശരി, ഇപ്പോഴും ഞാൻ കണ്ണുകളായിട്ട് ഇവിടെ നിൽക്കുകയാണ്.
അടിപൊളി എല്ലാരും തിയേറ്ററിൽ തന്നെ കാണാതിരിക്കട്ടെ. കാരണം ഒറ്റയ്ക്ക് വേണ്ടി നിൽക്കരുത്. കാണുന്ന എല്ലാവരും ഞാൻ ലിസ്റ്റ് ഞങ്ങളുടെ മുത്താണ് അദ്ദേഹത്തിൻ്റെ പടമാണ്. എല്ലാവരും കാണാം. ഓക്കെ, പൊളിപ്പടം. ഇല്ല, സൂപ്പർ പടം. ARM എന്ന് പറയുമ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം. വളരെ 3D സാങ്കേതികതയിൽ ഇത്രയും നല്ലൊരു പടം ജിതിൻ ലാൽ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്തത് വളരെ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗടിപ്പിക്കാത്ത രീതിയിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പടം ചിത്രീകരിച്ച അതുപോലെ പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗില്ല എന്നുള്ളതാണ് പടം. ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. ഓണം ടൊവിനോ തോമസ് തൂക്കിയടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ഇതിൻ്റെ BGM ഒക്കെ പക്ക BGM ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിൻ്റെ മേക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആർട്ട് വർക്ക് ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും. ഈ ഓണത്തിന് ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായി ARM മാറും. അതിനൊരു സംശയം വിചാരിക്കേണ്ട. നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം അതിൻ്റെ രണ്ടാം ഭാഗം എന്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ജൂനിയർ മമ്മൂക്ക നമുക്ക് പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തൂക്കിയിരിക്കും. ഉറപ്പായിട്ട് ഈ സിനിമ എല്ലാവരും വന്ന് കണ്ട് വിജയിപ്പിക്കാം. പക്ക പടമാണ്. ഫുൾ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു രക്ഷയില്ല. അതിൻ്റെ ഒക്കെ ഫ്രെയിമുകളൊക്കെ അടിപൊളി ഫ്രെയിമുകളാണ്. കിടിലം. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? മണിയൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നല്ല പടം. മലയാളത്തിൽ എന്താ പറയുക, നമുക്കൊരു കൽക്കി മോഡലൊരു വിഷ്വലൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ഫിലിമാണ് മരക്കാറിനൊക്കെ ശേഷം. ഇതിൽ പിന്നെ ടൊവിനോ എന്ന് പറയുന്നത് 3 ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ 3 ക്യാരക്ടറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണിയൻ്റെ ക്യാരക്ടറാണ്. ഒരു 3 ജനറേഷൻ്റെ കഥയാണ് പറയുന്നത്. അതുപോലെ ഒരു കള്ളൻ്റെ മകനായി ജനിച്ചു പോയതിൻ്റെ പേരിൽ അവനെ സമൂഹം കള്ളനാക്കി തന്നെ മാറ്റുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് ശരിക്കും വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഫിലിം. ടൊവിനോൻ്റെ ബെസ്റ്റ്. ഇല്ല, സെക്കൻഡ് പാർട്ടില്ല. അജയൻ രണ്ടാം മോഷണത്തിലൂടെ തന്നെ വലിയൊരു കഥയാണ്. നല്ല ഇതുണ്ട്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ്റെ വോയിസ് ഓവറിലൂടെ ആ പടം സ്റ്റാർട്ട് ചെയ്യണം. അത് കിട്ടുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ. സോ അടിപൊളിയാണ്. ഡു വാച്ച് 20 നല്ല രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് ഗോളിയായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള എസ്പെഷ്യലി മണിയൻ അതൊരു രക്ഷയില്ലാതെ ചെയ്തു. അതൊന്നും പ്രതീക്ഷയില്ലാത്ത ഉടനയുടെ ഇത്രയും അടിപൊളിയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇടിച്ചിടാനായിട്ട് എപ്പോഴും നിങ്ങൾ വരണത് അതെന്തുകൊണ്ടായിരിക്കും? ഇടിച്ചിടുന്നതിലും കൂടുതൽ ഞങ്ങൾക്ക് സ്നേഹമാണ് കൂടുതൽ. ഒരു ബ്രദറിൽ ഉള്ളൊരു സ്നേഹമുണ്ട്. പിന്നെ ടോവിനോൻ്റെ ഈ 3 പരിവേഷങ്ങളിലൂടെ ഈ പടം മുന്നേറുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതായത് ഒരു സഹോദരൻ്റെ ഉയർച്ച കാണുമ്പോഴുള്ളൊരു സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. ഈ പലരും പറയുന്നത് മലയാളത്തിന്റെ RR KGF അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തോന്നിയോ? എല്ലാ പടത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. ഇത് നല്ല രീതിയിൽ വരട്ടെ, നല്ല രീതിയിൽ വരും. നിങ്ങൾ കണ്ടേ പടം കണ്ടേ? അടിപൊളിയല്ലേ? മലയാളത്തിൽ നിന്നൊരു ബഡ്ജറ്റ് പടം കൂടി തീർച്ചയായിട്ടും തകർക്കാൻ പോലെ തകർത്തു. ഇനി തകർത്ത് മുന്നോട്ട് പോട്ടെ. 100 കോടി അടിക്കും. അത്ര എനിക്കറിയില്ല. നല്ല രീതിയിൽ പോട്ടെ. എല്ലാവരും സന്തോഷമാട്ടെ. പ്രൊഡ്യൂസർ സന്തോഷമാട്ടെ. ഈ 3D ഇറങ്ങാത്തതിന്റെ വിഷമം 3D വരുന്നുണ്ട്. അത് കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഇന്ന് ആഫ്റ്റർനൂൺ 3D ഇറങ്ങാൻ വേണ്ടി പോവാം. അതിന് ടെക്നിക്കൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു രാവിലത്തെ ഒരു ഷോയ്ക്ക്. അതിന് ആഫ്റ്റർനൂൺ എന്തായാലും 3D ഉണ്ട്. എനിക്ക് തോന്നുന്നു 3D ആയിരിക്കും കുറച്ചും കൂടി വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാവുക. കുറച്ചും കൂടി നമുക്ക് കാണാൻ കുറച്ചും കൂടി എഫക്റ്റീവായ 3D ആയിരിക്കും. രണ്ടും ഒരു എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതെ, തീർച്ചയായിട്ടും 3D ആയിരിക്കും. 3D ആയിരിക്കും നമ്മൾ കൂടുതൽ ആ ഒരു വിഷ്വൽ കിട്ടും. അടിപൊളിയായിട്ടുണ്ട്. 3D കുറച്ചുകൂടി ഇതിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. 3D കാണണം. എന്നാലും അതിൻ്റെ കുറച്ചുകൂടെ പവർ അറിയുള്ളൂ. പെർഫോമൻസ് നല്ലായിരുന്നു. അപ് ടു മാർക്ക്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ 3D കാണാം. അപ്പോഴായിരിക്കും അതിൻ്റെ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് വരാം. എനിക്ക് കളർ ടോണൊക്കെ ഇഷ്ടപ്പെട്ടു. പാട്ടൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പഞ്ച് ചേർന്നുണ്ട്. പിന്നെ ഈ സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ സ്പോയിലേഴ്സ് ആവും. ഇപ്പം ഞാൻ പറഞ്ഞ കുറേ സാധനങ്ങൾ പ്ലേസ് ചെയ്തേക്കണൊക്കെ കൊള്ളാം. തൂക്കം നിങ്ങൾ മൂവി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അത് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭവമല്ലേ. ടൊവിനോൻ്റെ ഒരു വേറെ ലെവൽ മൂവിയാണ്. നിങ്ങൾ തിയേറ്ററിൽ കാണ്, സംഭവം പൊളിച്ച്.
ഒരു 5 എത്ര റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ? 5 4.5 കൊടുക്കാം. പിന്നെ അത് 3Dയിലും കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഷൂട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫിലിമിൻ്റെ അത്ര ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ജിതിൻ അങ്കിൾ, എന്നെ ഈ ഒരു ബിഗ് ഫിലിമിൻ്റെ പാർട്ടാക്കിയതിന് റിയലി താങ്ക് യു. പിന്നെ എല്ലാ ഓഡിയൻസും എന്താ പറയുക, ARM കാണണം, 3D തന്നെ കാണണം. ഓക്കെ, ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഫിലിമായിരുന്നു. ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു തരുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കാണണം.